അതേ സമയത്ത് തന്നെ സെക്കൻഡ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ, സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സെക്കൻഡ് കിട്ടിയ കുട്ടിയും വെള്ളി കിട്ടിയ കുട്ടിയും വെങ്കലം കിട്ടിയ കുട്ടിയും തമ്മിലുള്ള അവർ വെള്ളി കിട്ടിയ കുട്ടീൻ്റെ ഡിസ്ക്വാളിഫൈഡ് ആയി. അത് ഇവിടെ വന്നിട്ട് ഈ പുഷിങ് ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയും ഈ മൈക്രോ സെക്കൻഡിന്റെ മത്സരം നടന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ നടത്ത മത്സരം പോലും ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന തരത്തിലേക്ക് 100 മീറ്റർ സ്പ്രിന്റ് ഐറ്റങ്ങളല്ല. അതായത് 5 കിലോമീറ്റർ നടത്തം 3 കിലോമീറ്റർ നടത്തം പോലും ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ ഒരു ഗ്ലാമർ മത്സരത്തിന്റെ ഒരു ഇത് നമ്മൾ വീണ്ടും വീണ്ടും അനുഭവിച്ചറിയാൻ. നിതിൻ എനിക്കൊപ്പം തുടരും. നമ്മളിപ്പോ ഇനി പോകുന്നത് സീനിയർ വിഭാഗമാണോ? സീനിയർ വിഭാഗം ഹഡിൽസ്, പെൺകുട്ടികളുടെ ഹഡിൽസ് മത്സരമാണോ? കൃത്യമായി ഇപ്പോൾ പറയാം. ഇത് സീനിയർ വിഭാഗം ഗേൾസ് ആണ്. സീനിയർ വിഭാഗം ഇപ്പോൾ വരുന്നത് ലിപിക വി ആണ്. വടവന്നൂർ HSSലെ പാലക്കാട് വടവന്നൂരിലെ ലിപിക ആണ് ഇപ്പോൾ സ്ക്രീനിലേക്ക് നടന്നു വരുന്നത്. അഞ്ജന സാബുവിനെ നമുക്ക് കാണാം. GVHSS കണ്ണൂരിൽ അഞ്ജന ഓടി വരികയാണ്. വിഷ്ണുശ്രീയാണ് നമ്മൾ ഇനി കാണുന്നത്. ലൈൻ നമ്പർ 4 വിഷ്ണുശ്രീ, VMHS വടവന്നൂർ പാലക്കാട് 1 മിനിറ്റ് 5 സെക്കൻഡ് 8 മൈക്രോ സെക്കൻഡിൽ ഓടിയെത്തിയ താരമാണ്. ഹിറ്റ്സിൽ അനശ്വര എത്തുകയാണ്. GV രാജ സ്പോർട്സ് സ്കൂളിന്റെ താരം ഒരിക്കൽ കൂടി എത്തുകയാണ്. 3-ാം നമ്പർ ട്രാക്കിൽ അനശ്വര ബി തിരുവനന്തപുരത്തിന് വേണ്ടി GV രാജ സ്പോർട്സ് സ്കൂൾ 1 മിനിറ്റ് 11 സെക്കൻഡ് 76.76. അതാണ് അനശ്വരയുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. സഞ്ച CM KMGVHSS തവനൂർ മലപ്പുറത്ത് നിന്ന് എത്തുകയാണ്. 2ാമത്തെ ട്രാക്കിൽ എത്തുന്നു സൻഹ എത്തുന്നു. ഷിക M ഷോബിൻ സെന്റ് മേരീസ് GSS കാഞ്ഞിരപ്പള്ളി കോട്ടയം 1 മിനിറ്റ് 12 സെക്കൻഡ് 0.35. അതാണ് ഷിഖയുടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈറ്റ് ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 താരങ്ങളുടെ. അത് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ഹീറ്റ്സിൽ അവരുടെ ഒരു പ്രകടനം വിലയിരുത്തിയ ശേഷം നമ്മൾ ഈ 3 താരങ്ങൾ, നിതിൻ 3 താരങ്ങൾ, ലൈൻ നമ്പർ 3, ലൈൻ നമ്പർ 4, ലൈൻ നമ്പർ 5 ഓടിയ താരങ്ങൾ വലിയൊരു വ്യത്യാസമില്ലാതെ പോകുന്നു. അതായത് വിഷ്ണു ശ്രീ, അഞ്ജന സാബു, ലിപിക ഇവരൊക്കെ അതിൽ വിഷ്ണുശ്രീ വടവന്നൂരിൻ്റെ താരമാണ്. ആ കുട്ടി ഓടിയിരിക്കുന്നത് 1.05 എന്ന മിനിറ്റിലാണ്. 1 മിനിറ്റ് 5 സെക്കൻഡിൽ ആ കുട്ടി ഓടിയെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയാണ് ഹീറ്റ്സിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം അഞ്ജന സാബു GVHSS കണ്ണൂരിൻ്റെ താരമാണ്. 1.08 സെക്കൻഡിൽ ആ കുട്ടി, 1 മിനിറ്റിൽ ആ കുട്ടി ഓടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിലവിലെ റെക്കോർഡ് പക്ഷേ വളരെ അകലെയാണ്. ഹീറ്റ്സിൽ അതിൻ്റെ അടുത്ത് നിന്ന് എത്തുന്ന പ്രകടനം ആരും നടത്തിയിട്ടില്ല. ശരിയാണ്. 1 മിനിറ്റ് 1 സെക്കൻഡാണ്. 1 മിനിറ്റ് 1 സെക്കൻഡ് 0.7 ആണ്. വിജില കെ ജി വില്ലാടം സ്കൂളിന്റെ 2001 റെക്കോർഡാണ്. പിന്നീട് ആർക്കും അത് മറികടക്കാനായിട്ട് 24 കൊല്ലം പഴക്കമുള്ള റെക്കോർഡാണ്. പക്ഷേ അതിന്റെ അടുത്തൊന്നും എത്താൻ ആർക്കും ആയിട്ടില്ല എന്ന് നമുക്ക് കാണാം. 4 സെക്കൻഡ് അപ്പുറത്ത് വിഷ്ണുശ്രീ ഉണ്ട്. വടവന്നൂരിന്റെ താരമായ പാലക്കാടിന്റെ താരമായ വിഷ്ണുശ്രീ ഉണ്ട്. പാലക്കാട് മലപ്പുറവും തമ്മിൽ വലിയൊരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. പാലക്കാട് മത്സരം പോയിന്റിലേക്ക് ഒന്ന് പോകണം. ആ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം 34, അതായത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ അവസാന ദിവസം എത്തിയപ്പോഴാണ് മലപ്പുറം പാലക്കാടിനെ മറികടന്ന് ഫോട്ടോ ഫിനിഷിൽ 1ാം സ്ഥാനത്തേക്ക് എത്തി ചാമ്പ്യന്മാരാകുന്നത്. ഇത്തവണയും അത്തരമൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് ഇന്നലെ പാലക്കാടിന് ഒരു 32 പോയിന്റ് 22 പോയിന്റ്, ഇന്നലെ രാത്രി മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു 22 പോയിന്റ് ലീഡ് പാലക്കാടിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലക്കാടിനുള്ളത് വെറും 3 പോയിന്റ് ലീഡ് മാത്രമാണ്. ഇതിലേതെങ്കിലും ഒരു മത്സരത്തിലേക്ക് റിസൾട്ടിൽ കൂടി അപ്ഡേറ്റ് ആയി കഴിയുമ്പോൾ തീർച്ചയായും അത് പാലക്കാടിന് ഒരുപക്ഷെ മലപ്പുറം, നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. പിന്നീട് സ്കൂളുകളിലേക്ക് വന്നപ്പോൾ അവിടെ അതിലും വലിയ മത്സരമാണ് നടക്കുന്നത്. സ്കൂളുകളിൽ 1ാം സ്ഥാനത്തിന് വേണ്ടി 3-4 സ്കൂളുകൾ മത്സരിക്കുന്ന കാഴ്ച ഇഞ്ചോടിഞ്ചാണ്. പുല്ലൂരമ്പാറയായിരുന്നു ഇന്നലെ രാത്രി 1ാമതെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഈ ഐഡിയൽ കടക്ഷേരി നിലവിലെ ചാമ്പ്യന്മാർ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിലിപ്പോൾ